ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ട്രിപ്പിൾ ലൈറ്റ് മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിംഗിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായി നിങ്ങളുടെ വ്യക്തിയുടെ മുഖം മനസ്സിൽ കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത് നല്ല നല്ല നിമിഷങ്ങൾ മനസ്സിൽ ഓർത്തെടുക്കുക. ഇതൊരു ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായി കണക്ട് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ വിട്ടേക്കുക. റീഡിംഗിലേക്ക് പോകാം. ഞാനിന്ന് നോക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള പ്രണയം, ആ പ്രണയത്തിന്റെ തീവ്രത നിർവചിക്കാൻ പറ്റാത്തതാണ് എന്താണ് നോക്കിയാലോ. നിങ്ങൾ തമ്മിലുള്ള ആ പ്രണയത്തിന്റെ തീവ്രത അത് നിർവചിക്കാൻ പറ്റാത്തതാണ് എന്നാണ് പറയുന്നത്. എന്താണ് നോക്കിയാലോ. Six of Wands, Sun, Justice, Nine of Cups, Lovers, Three of Pentacles, Nine of Pentacles, Six of Cups, Four of Wands, Empress, High Priestess, Judgment, Bottom, Queen of Cups. ഫസ്റ്റ് തന്നെ സിക്സ് ഓഫ് വൺസ് ആണ്. സിക്സ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി എന്തൊക്കെയോ ഒരു സക്സസ് നേടിയിട്ട് എൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നിന്നെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സിക്സ് ഓഫ് വൺസ് കേട്ടോ. ഒരുപാട് സ്നേഹമാണ് അവർക്ക് നിങ്ങളോട് തോന്നുന്നത്. ഈ സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം എത്രയാണെന്ന് ആ വ്യക്തിക്ക് തന്നെ അറിയുന്നില്ല. അത്രയും ഒരു സ്നേഹത്തോടെ ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നിങ്ങളിലേക്ക് ഒന്ന് എത്തിച്ചേരാനുള്ള ഒരു മാർഗം തിരയുന്ന ഒരു വ്യക്തിയാണ് അവിടെ കാണുന്നത്. എങ്ങനെയും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ആ വ്യക്തി വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. സിക്സ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ അത്രയും നിങ്ങളെ അന്വേഷിക്കുകയാണ്. ആ വ്യക്തിയുടെ സ്നേഹമാകുന്ന ആ ഒരു എല്ലാം കൊണ്ടും ആ വ്യക്തിക്ക് എന്തൊക്കെയോ നിങ്ങളോട് അറിയിക്കാനുണ്ട്. അപ്പം ഒരുപാട് സ്നേഹമാണ് നിങ്ങളോട് ആ വ്യക്തിക്ക് ഇപ്പോൾ തോന്നുന്നത് കേട്ടോ. അത്രത്തോളം ആഴത്തിലാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത്. ഒരു ഹാപ്പി ഫാമിലിയാണ് ആ വ്യക്തി കൊതിക്കുന്നത്. നിങ്ങളെ പെട്ടെന്ന് വന്ന് കാണാനാണ് ആ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് പെട്ടെന്ന് എങ്ങനെയോ ഒന്ന് വന്ന് ബാക്കിയുള്ള തടസ്സങ്ങളെല്ലാം ഒരു മിറാക്കിളായിട്ടൊന്ന് മാറിക്കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ തമ്മിലൊന്ന് ഒന്നായാൽ മതി. ഓടി വരാൻ ആഗ്രഹിക്കുകയാണ് ആ വ്യക്തി. ഈ ഒരു സ്നേഹം മറ്റാർക്കും കൊടുക്കാൻ പറ്റില്ല. ആ വ്യക്തിയുടെ ആ സ്നേഹം നിങ്ങൾക്ക് മാത്രമേ തരാൻ പറ്റൂ. ആ വ്യക്തി നിങ്ങളിലൊന്ന് വന്നു ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിനാണ് ഇവിടെ കാണുന്നത്. ആ വ്യക്തി പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ അവർക്കുള്ളതാണ്, അവർ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്കിടയിൽ മറ്റാരും പറ്റില്ല. അതാണ് അത്രയും ആഴമേറിയ ഒരു ഡീപ്പ് സ്നേഹമാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്തുന്നത് ആ വ്യക്തി അങ്ങനെ ഒരു ചിന്തയെ ചിന്തിക്കാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. അതാണ് ഡീപ്പ് സ്നേഹമായിട്ടാണ് ഇവിടെ കാണുന്നത്. നെക്സ്റ്റ് സണ്ണാണ്. എൻ്റെ ലൈഫിൻ്റെ തന്നെ വെളിച്ചമാണ്. എൻ്റെ യൂണിവേഴ്സ് തന്ന എൻ്റെ ഇരുൾമൂടിയ ജീവിതത്തിൽ എൻ്റെ ലൈറ്റാണെന്നാണ് പറയുന്നത്. അത്രയും ഡീപ്പായിട്ട് ആ വ്യക്തി നിങ്ങളെ ലവ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇതിൽ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. സ്ട്രോങ് ആയിട്ട് ഈ ബന്ധം ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കണം ആ വ്യക്തിക്ക്. അതാണ് അത്രയും സീരിയസ് ആയിട്ടുള്ള ആ ഒരു കമ്മിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണ് ആ വ്യക്തി. നിങ്ങളിൽ അത്രയും അട്രാക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. എല്ലാവിധ സക്സസും
സക്സസോടും കൂടി ഒരു ജീവിതത്തിലെ ഒരു ഉണർവ്, ഉന്മേഷം, ഒരു റീയൂണിയൻ സെലിബ്രേറ്റ് ചെയ്ത് നല്ല ഒരു ഫുൾഫിൽമെന്റ് എല്ലാം നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് കിട്ടുന്നത്. സ്ട്രോങ് ആയിട്ട് ഈ ബന്ധം ഒരു കമ്മിറ്റ്മെന്റ് ആയാൽ പിന്നെ അതിൽ നിന്ന് വിട്ടു പോവില്ല എന്ന് ഉറപ്പിക്കുക. അത്രയും വെരി സ്ട്രോങ് ആയിട്ട് എന്ത് പ്രശ്നം നടന്നാലും നിങ്ങളിൽ തന്നെ ആ വ്യക്തി എത്തിച്ചേരും. അതാണ് ഈ സംഘാടനയിൽ പറയുന്നത്. അത്രയും ഒരു ഡീപ്പ് ബന്ധം, അത്രയും സക്സസോട് കൂടിയിട്ടുള്ള ഒരു ഡീപ്പായ ബന്ധം. ജസ്റ്റിസാണ്, യൂണിവേഴ്സിന്റെ തന്നെ ജസ്റ്റിസാണ്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പ്രണയത്തിന്റെ തീവ്രത കണ്ടിട്ട് യൂണിവേഴ്സിന് തന്നെ അത്രയും ഇഷ്ടപ്പെട്ടിട്ട് യൂണിവേഴ്സ് ഒരു ജസ്റ്റിസ് തരികയാണ് നിങ്ങൾക്ക്. അതാണ് ഈ സൺകാർഡിലേക്കുള്ള വഴി. ഒരു ഡീപ്പ് ആരെയും ഒരു വഞ്ചിക്കാത്ത, ചീറ്റ് ചെയ്യാത്ത നല്ല പ്രണയം കാണുമ്പം യൂണിവേഴ്സിന് തന്നെ സന്തോഷമാണ്. നമ്മൾ തമ്മിൽ അങ്ങനെ പ്രണയിച്ച് ജീവിക്കുന്ന കപ്പിൾസിനെ യൂണിവേഴ്സിന് വളരെ ഇഷ്ടമാണ്. അങ്ങനെ യൂണിവേഴ്സ് നിങ്ങൾക്ക് അനുകൂലമായ ഒരു ജസ്റ്റിസാണ് ഇവിടെ തരുന്നത് സൺകാർഡിലേക്ക്. സൺകാർഡ് എന്ന് പറഞ്ഞാൽ അത്രയും സക്സസ്സോട് കൂടെയുള്ള ഒരു ലൈഫാണ്. ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സുകൾ നോക്കിയേ. ഉറോവാൺസ്, എംപറസ്, 6 ഓഫ് കപ്പ്, ലവേഴ്സ്. അപ്പം നിങ്ങളുടെ ആ പ്രണയത്തിൻ്റെ തീവ്രത കണ്ടിട്ട് യൂണിവേഴ്സിന് തന്നെ നിങ്ങളെ സൺകാർഡിലേക്ക് എത്തിക്കുകയാണ്. സണ്ണിലേക്ക് അത് എത്തിക്കുന്നത്. അത്രയും സക്സസ് ആയ നല്ലൊരു ലൈഫാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ജസ്റ്റിസ് തരുന്നത്. യൂണിവേഴ്സിന്റെ തന്നെ ജസ്റ്റിസാണ്, നേരിട്ടുള്ള ജസ്റ്റിസാണ് ഇവിടെ കാണുന്നത്. അപ്പം ഇതിലിടക്ക് നിങ്ങൾ ഇത്രയും നല്ല ബോണ്ടിങ്ങിൽ പോകുന്ന കാണുമ്പം കുടുംബത്തിലുള്ളവരും മറ്റും എല്ലാം ജലസ് കൊണ്ട് വല്ലാതെ അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം തേർഡ് പാർട്ടികളെല്ലാം വട്ടൗട്ടിരുന്നിട്ട് നിങ്ങൾക്ക് എതിരെ പ്രശ്നങ്ങൾ എങ്ങനെ നിങ്ങളെ രണ്ടാക്കാം എന്ന് അവര് എല്ലാവരും കൂടെ ചർച്ച ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ തമ്മിൽ ഇങ്ങനെ അടിച്ച് പൊളിച്ച് നടക്കുന്നത് കാണുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവരുടെ ഉറക്കെല്ലാം പോയിട്ടുള്ളത്. അപ്പം വട്ടൗട്ടിരുന്നിട്ട് എങ്ങനെ പൊട്ടിക്കാം, ഈ ഒരു ബോണ്ടിങ് ഒന്ന് പൊട്ടിക്കാൻ പറ്റും. പക്ഷെ പൊട്ടിക്കാൻ പറ്റില്ല. നിങ്ങൾ തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ആയിട്ടാണ്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പ്രണയത്തിന്റെ തീവ്രത എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും തകർക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? ലവേഴ്സാണ്, 6 ഓഫ് കപ്പാണ്, പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. നിങ്ങൾ 4 ഓഫ് വൺസിലും അത് തന്നെയാണ് പറയുന്നത്, സൺകാർഡിലും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ ബോണ്ടിങ് ആർക്കും തകർക്കാൻ പറ്റുന്നില്ല, ആർക്കും തകർക്കാനും കഴിയില്ല. അത്രയും നല്ലൊരു ബോണ്ടിങ് ആണ് ഇവിടെ കാണുന്നത്. ഒരുപോലത്തെ സ്നേഹം, ഒരു അടിത്തറയുള്ളൊരു ബന്ധമാണ്, ഒരു സോൾമേറ്റ് ആണ്, ഡിവൈൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രണയമാണ്. അതുപോലെ തന്നെ നിങ്ങളെ ഈഗോ ഒന്നും ഇവിടെ ഇല്ല, ഈഗോ ഒന്നും ഈ കാർഡിൽ കാണുന്നില്ല. രണ്ടുപേരും കട്ടക്ക് ഒന്നിച്ച് നിൽക്കുകയാണ്, ഒപ്പത്തിനൊപ്പം പ്രണയിക്കുകയാണ്. അതിന്റെ തീവ്രത എന്ന് പറഞ്ഞാൽ അത്രയും ഡീപ്പാണ്. തുല്യമായ പ്രണയം. ഒരാളൊന്ന് ചിന്തിക്കുന്നുണ്ടോ, ആ വ്യക്തി മനസ്സിലറിയും. മനസ്സ് കാണുന്നത് മാനത്ത് കാണും, എന്നിട്ട് അത് ചെയ്തു കൊടുക്കും. അത്രയും ഡീപ്പ് പ്രണയമാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹം രണ്ടുപേരും തമ്മാമ ഒരാൾ കൊടുക്കുന്നതിന് ഡബിളായിട്ട് മറ്റൊരാൾ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. രണ്ടുപേരും കട്ടക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ആരൊക്കെ ഈ ബന്ധത്തെ തകർക്കാൻ ശ്രമിച്ചാലും ഇത് നിങ്ങൾ കട്ടക്ക് നിൽക്കുന്നതുകൊണ്ട് അവർക്ക് ഇതിന്റെ ഇടയിൽ കയറാൻ പറ്റുന്നില്ല. ഒരാള് മറ്റുള്ളവർ ഇന്നേത് പറഞ്ഞു കൊടുക്കുമ്പം ഒരാൾ കേൾക്കാൻ നിന്നാലല്ലേ അവിടെ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ വരും. ഇതങ്ങനെ ആരും പറയുന്നത് കേൾക്കൂല. നമ്മൾ പറയുന്നതേ നമ്മൾ കട്ടക്ക് നിന്നാ പിന്നെന്താ? അപ്പം ഈശ്വരൻ തന്നെ കൂട്ടിച്ചേർത്തതാണ് എന്നുള്ള ബോധ്യമുണ്ട്. ആര് തടസ്സപ്പെടുത്തിയാലും ഈശ്വരന്റെ ഒരു കരം നിങ്ങൾക്ക് ജസ്റ്റിസ് ഉണ്ട്. യൂണിവേഴ്സ് തന്നെ നേരിട്ട് ജസ്റ്റിസ് തരുന്നു. ആരൊക്കെ എന്തൊക്കെ തന്ത്രങ്ങൾ മെനഞ്ഞാലും എന്താ, ഈശ്വരന്റെ ഒരു കൈ നിങ്ങളുടെ പുറകിൽ സപ്പോർട്ടായിട്ടുണ്ട്. അതാണ് അവരുടെ ജീവൻ തന്നെ നിങ്ങളാണ്. ആ വ്യക്തിക്ക് നിങ്ങളൊന്ന് കൺമുന്നിൽ നിന്ന് മാറിയാൽ അവരുടെ എനർജി തേച്ചും ഇല്ലാതായി പോകുന്ന പോലെയാണ്. നിങ്ങൾ കൺമുന്നിൽ നിന്ന് കുറച്ച് മാറിയാൽ മതി, അപ്പോഴത്തേക്ക് എനർജി ഇല്ലാത്തൊരവസ്ഥ. അത്രയും ഒരു ഡീപ്പ് ബോണ്ടിങ്ങിന്റെ ഒരു സ്നേഹമാണ് ഇവിടെ തന്നെ കാണുന്നത്.
കണ്ടുകൊണ്ടേ ഇരിക്കണം. അപ്പോഴേ എനർജി അടുത്തിങ്ങനെ കിട്ടണം, എന്നാലേ എനർജി കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ എനർജി നഷ്ടപ്പെട്ട പോലത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അത്രയും ആവേശമാണ്. എത്ര പേർ അകറ്റാൻ ശ്രമിച്ചാലും അവർക്ക് നിങ്ങളിൽ തന്നെ ആ വ്യക്തിക്ക് രണ്ടുപേരും അടുത്ത് വരുമ്പോഴാണ് എനർജി ഉള്ളൂ. അതാണ് ആ ഒരു പ്രണയത്തിന്റെ തീവ്രത കേട്ടോ. രണ്ടുപേരുടെയും എനർജി കിടക്കുന്നത് തമ്മാമിലാണ്. ഒരാള് ഒറ്റക്കാവുമ്പം എനർജി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. അത്രയും തീവ്രമായ ഒരു ശക്തി അവരെ വലിച്ചു കൊണ്ടുവരുന്ന പോലെ, അട്രാക്ട് ചെയ്ത് വലിച്ചു കൊണ്ടുവരുന്നത് പോലെയാണ് തോന്നുന്നത്. ഒരു പ്രണയത്തിന്റെ ആ ഒരു തീവ്രത എന്തോന്നറിയാത്ത ഒരു ശക്തി, തീവ്രമായ ഒരു ശക്തി വലിക്കുന്ന പോലെ തോന്നുന്ന ഒരു പ്രണയമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഡിവൈനാൽ കൈ ചേർക്കപ്പെട്ട ഒരു പ്രണയമാണിത്. ഡിവൈൻ തന്നെയാണ് ഡിവൈനാണ് അവിടെ നിന്നിട്ടുള്ളത്. ഡിവൈനാണ് കൈ പിടിച്ചു കൊടുക്കുന്നത്. അപ്പം അതാണ് ആ തീവ്രത കേട്ടോ. നിങ്ങൾക്ക് പകരം നിങ്ങൾ മാത്രമാണ് എന്ന് രണ്ടുപേർക്കും അറിയാം. വേറൊരാള് അവിടെ വന്നു കഴിഞ്ഞാൽ എനർജി ഒന്നുമില്ല. നമ്മൾ തമ്മിൽ അടുത്ത് വരുമ്പോഴാണ് ആ ഒരു എനർജി പാസ് ചെയ്യുന്നത്. സ്നേഹത്തിന്റെ തീവ്രത, ആ ഒരു തീവ്രത കിട്ടുന്നത് നിങ്ങൾ രണ്ടുപേരും. അതിന്റെ കാരണം യൂണിവേഴ്സാണ് അതിന്റെ കാരണം കേട്ടോ. യൂണിവേഴ്സാണ് നിങ്ങൾക്ക് ആ ഒരു തീവ്രമായ ആ ഒരു ഇത് എന്താണ് അതിന് പറയാം, ആ ഒരു ശക്തി, തീവ്രമായ ഒരു തീവ്രതയുള്ള ഒരു ശക്തി വലിക്കുന്നത് പോലെ. എത്ര ഒന്ന് അകന്നു പോയാലും പിന്നെയും അടുത്ത് വരുമ്പോൾ സ്നേഹം കത്തിക്കാളി നിൽക്കുന്ന എന്നാണ് അവർ രണ്ടുപേർക്കും മനസ്സിലാവുന്നത്. എന്താ ഇത്, എത്ര അടുത്ത് വരുമ്പം സ്നേഹം കത്തിക്കാളിയ നിൽക്കും എന്നാണ് രണ്ടുപേർക്കും മനസ്സിലാവുന്നത്. സ്നേഹം എന്തോ ഒരു വലിക്കുന്നൊരവസ്ഥ, എന്താണ് പറയാ, അങ്ങനെ. നെക്സ്റ്റ് ലവേഴ്സ് ആണ്. അതും അങ്ങനെ തന്നെ. റൊമാൻറ്റിക്കലി, ഫിസിക്കലി കാണാൻ കഴിയാത്ത സമയത്ത് നിങ്ങളെ എന്താ പറയാ, അത്രയും വിഷമിക്കുന്ന ഒരു അവസ്ഥ. നിങ്ങൾക്ക് വേണ്ടി എന്ത് ആക്ഷൻ എടുക്കാനും തയ്യാറായിട്ടാണ്, ഒന്നിനെയും നോക്കുന്നില്ല. എന്ത് ആക്ഷൻ എടുക്കാനും തയ്യാറായിട്ടാണ് ഈ വ്യക്തിയുടെ ഉള്ളത് കേട്ടോ. കാണുമ്പോ എല്ലാം അങ്ങ് മറന്നു പോകുന്ന ഒരവസ്ഥ. രണ്ടുപേരെയും കാണുമ്പോ മറ്റുള്ള എല്ലാം അങ്ങ് മറന്നു പോകും. എന്താ ഒരു വല്ലാത്തൊരു സ്പാർക്ക്, ഒരു മാഗ്നറ്റ്ലി ഒരു വലിക്കുന്ന പോലെ, എന്തോ ഒരു കാന്തിക ശക്തി വലിക്കുന്നത് പോലെയാണ് അനുഭവപ്പെടുന്നത്. പിന്നെ മറ്റുള്ള എല്ലാം അങ്ങ് മറന്നു പോകുന്നു. അത്രയും തീവ്രമായ ഒരു പ്രണയമാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നിങ്ങളുടെ കണ്ണിലെ ആ ഒരു പ്രകാശത്തോടു കൂടിയുള്ള ആ ഒരു അത് കണ്ടു കഴിഞ്ഞാല് മതി, അത്രയും മതി. മറ്റേ ഫിസിക്കലിയും അങ്ങനെയൊന്നല്ല ആഗ്രഹിക്കുന്നേ. അത്ര ഒരു ഡീപ്പ് ബോണ്ടിങ് ഫിസിക്കലി ഉപയോഗിക്കുക അങ്ങനെ ഒന്നുമല്ല. ആ കണ്ണിലുള്ള ആ തിളക്കം, ആ ഒരു കണ്ണ് നോക്കുമ്പോൾ ആ ചിരിക്കുന്ന ആ ഒരു മുഖം, ആ ഒരു പോസിറ്റിവിറ്റി, അത് കിട്ടിയാൽ മതി. അന്ന് എനർജി കിട്ടി. അങ്ങനത്തെ ഒരു പ്രണയമാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് 9 ഓഫ് കപ്പാണ് കണ്ടോ, പുഞ്ചിരി വരുന്നുണ്ടോ ആ വ്യക്തിയുടെ മുഖം പുഞ്ചിരി കൊണ്ട് മനസ്സ് നിറഞ്ഞിട്ട് പുഞ്ചിരിക്കുന്ന കേട്ടോ. അതാണ് അങ്ങനത്തെ ഒരു പ്രണയമാണ് ഇവിടെ കാണുന്നത്. ഒരു തീവ്രമായിട്ട് എല്ലാ തരത്തിലും അട്രാക്ഷൻ ആണ്. എന്നാലും എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ അടുത്തൊന്ന് കണ്ട കണ്ണിലെ ആ തിളക്കം കണ്ണിൽ നോക്കുമ്പോൾ തന്നെ ആ സന്തോഷം, പുഞ്ചിരി, അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ എനർജി ആയി. അങ്ങനെ ഇവിടെ കാണുന്നത്. നെക്സ്റ്റ് എംപ്രസ് ആണ്. എംപ്രസ് എന്ന് വെച്ചാൽ അത്രയും ഡീപ്പായ സ്നേഹമാണ് കൊടുക്കുക. ഒരു അമ്മ കുഞ്ഞിന് കൊടുക്കുന്ന പോലത്തെ സ്നേഹമാണ് കൊടുക്കുക, വാരിക്കോരി കൊടുക്കുന്നത്. എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുക, സോളുകൾ തമ്മിൽ സംസാരിക്കുക. അത്രയും ഡീപ്പായ ഒരു മടിയിലൊന്ന് തലവെച്ച് കിടക്കാൻ തോന്നുന്ന ഒരു അമ്മയെ പോലെ
വ്യക്തി വലിയ അച്ഛനെ പോലെ അത്രയും ഒരു എന്താ ഒരു നമുക്കൊരു അമ്മയുടെ മടിയിലെല്ലാം തലവെച്ച് കിടക്കുമ്പോൾ എന്താണ് നമുക്ക് അനുഭവപ്പെടുക? അത്രയും സേഫ്റ്റി. നമ്മൾ എവിടെയോ നമ്മളെല്ലാം ഈ ലോകത്ത് നമുക്ക് എല്ലാം ഉണ്ടെന്ന് തോന്നും അല്ലെ? നമ്മുടെ അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ നമുക്ക് ഇല്ലാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല, നമുക്ക് എല്ലാം ഉണ്ട് എന്നുള്ള ഒരു സേഫ്റ്റി ഫീൽ അല്ലേ ചെയ്യുക? അതേപോലെയാണ് എംബറസിന്റെ മടിയിൽ ഒന്ന് തലവെച്ച് കിടന്ന് ആ തലയിലേക്ക് മുടിയിലേക്കൂടെ വിരലിങ്ങനെ ഓടിച്ച് അങ്ങനെ അത്രയും ഒരു എന്താ സേഫ്റ്റി ആണ് ഫീൽ ചെയ്യുന്നത്. എംബറസ് ഒരു അൺകണ്ടീഷണലി സ്നേഹം കൊടുക്കുന്ന ഒരു അമ്മ കുഞ്ഞിന് കൊടുക്കുന്ന ഒന്നിനും വേണ്ടിയല്ല, അങ്ങനെ സ്നേഹം അങ്ങനെ ഒഴുകുക, തീവ്രമായ ആ ഒരു സ്നേഹം ഒഴുകുന്ന അതാണ് എംബറസ്. അപ്പം അത് കാണുമ്പം നിങ്ങൾ ഇങ്ങനെ സ്നേഹിച്ച് നടക്കുന്ന കാണുമ്പം കുടുംബത്തിലും എല്ലാം ഉള്ളവർക്ക് വട്ടമേശ സമ്മേളനം കൂടുകയാണ് ഇവിടെ. കണ്ടോ? 2-3 ആൾക്കാർ വട്ടമേശ സമ്മേളനം, പിന്നെ നട്ടപ്പാതിരക്ക് 12 മണിക്കെല്ലാം അവർ ഇരുട്ടത്താണ് വട്ടമേശ സമ്മേളനം കൂടുന്ന കാണുന്നത് കേട്ടോ. കണ്ടോ? 1 മണിക്കെല്ലാന്ന് പോയിട്ട് അവര് വട്ടമേശ സമ്മേളനം കൂടിയിട്ട് ഇങ്ങനെ ഇവരെ ഈ ബോണ്ടിങ് പൊട്ടിക്കണം, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് നടക്കുന്നതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് 9 ഓഫ് പെന്റിക്കിൾ ആണ്. 9 ഓഫ് പെന്റിക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്യൂട്ടി, നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ ആ സ്മാർട്ട്നെസ്, നിങ്ങളുടെ നിങ്ങളുടെ എല്ലാ തരത്തിലും അട്രാക്റ്റ് ആണ് ആ വ്യക്തി. വേറെ ആരിലും ഇല്ലാത്ത അത്രയും ഒരു അട്രാക്ഷൻ ആണ് ആ വ്യക്തി നിങ്ങളോട് ഫീൽ ചെയ്യുന്നത്. എല്ലാ ഇതും. അപ്പം ആ ഒരു കണ്ടില്ലേ 9 ഓഫ് പെന്റിക്കൽ എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് ഒരുപാട് വാല്യൂ കൽപ്പിക്കുന്നു, നിങ്ങൾക്ക് റെസ്പെക്ട് ചെയ്യുന്നു, നിങ്ങളുടെ ഇമോഷനെല്ലാം ആ വ്യക്തി അത്രയും അങ്ങനെയുള്ള ഒരു. നെക്സ്റ്റ് 4 ഓഫ് വൺസ് ആണ്. ബ്ലാക്ക് യെല്ലോ, ബ്ലാക്ക് കാണുന്ന യെല്ലോ മൊത്തം യൂണിവേഴ്സ് നിങ്ങൾക്ക് വാരിക്കോരി തരുന്ന ബ്ലെസ്സിങ് ആണ് കേട്ടോ. അത്രയും നിങ്ങളുടെ സ്നേഹത്തില് യൂണിവേഴ്സ് തന്നെ സറണ്ടർ ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് എല്ലാവരും പ്രണയിക്കേണ്ടതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാതെ പ്രണയിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായ പ്രണയമാണെങ്കിൽ യൂണിവേഴ്സ് നമ്മുടെ കൂടെ നിൽക്കും. എല്ലാ സക്സസും നേടി രണ്ടുപേരും എല്ലാം നേടിയിട്ട് ഈ യൂണിവേഴ്സില് ആനന്ദ നൃത്തമാടുന്നതാണ് 4 ഓഫ് വൺസ്. ആനന്ദ നൃത്തം. കൃഷ്ണനും രാധയും രാസലീലയാടിയ പോലെ ആനന്ദ നൃത്തം വെക്കുകയാണ്. കണ്ടോ? അപ്പൊ യൂണിവേഴ്സിനും സന്തോഷാണ്. അതാണ് ആ യെല്ലോ കളർ മൊത്തം ആ ബാഗ് കാണുന്നത്. യൂണിവേഴ്സ് മൊത്തം ബ്ലെസ്സിങ് തരികയാണ്. കാർഡ് മൊത്തം യെല്ലോ അല്ലേ? അത്രയും ബ്ലെസ്സിങ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത്. സൺ കാർഡിലും അതെ ബ്ലെസ്സിങ് ആണ്. എന്താ കാരണം? ഇതാണ് 6 ഓഫ് കപ്പാണ്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിലെ ഒന്ന് ചേർന്ന് ജീവിച്ചവരാണ്. അതിന്റെ ബാക്കി ജീവിക്കാൻ വന്നവരാണ്. അപ്പം ആ ഓർമ്മകളാണ് ഇനിയും ഉള്ള ജന്മാന്തരങ്ങളിലും നിങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഇതേ ബോണ്ടിങ്ങിൽ പോകേണ്ടവരാണ്. അപ്പൊ നിങ്ങളുടെ ഈ ബോണ്ടിങ് കാണുമ്പോൾ മറ്റുള്ളവർക്കൊന്നും സഹിക്കാനേ പറ്റണില്ല. അതൊക്കെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് ഹൈ പ്രീസ്റ്റസ് ആണ്. അത്രയും എല്ലാം നിങ്ങൾക്ക് തന്നെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. നമ്മൾ എന്താണ് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തരുന്നുണ്ട്. മറ്റുള്ളവര് എന്ത് നിങ്ങൾക്കെതിരെ ചെയ്യുന്നതും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അത്രയും നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് അടുത്തവരാണ്. യൂണിവേഴ്സിന്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ട്. ഉള്ളിന്റെ ഉള്ളില് നിങ്ങൾക്ക് തന്നെ എല്ലാ കാര്യം നിങ്ങൾ മെഡിറ്റേഷൻ എല്ലാം ചെയ്യുന്ന രണ്ടുപേരും മെഡിറ്റേഷനും എല്ലാം ചെയ്ത് യൂണിവേഴ്സുമായിട്ട് അത്രയും ബോണ്ടിങ് ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതാണ് നെക്സ്റ്റ് യൂണിവേഴ്സിന്റെ ജഡ്ജ്മെന്റ് ആണ്. യൂണിവേഴ്സ് തന്നെ ജഡ്ജ് ചെയ്യുകയാണ് നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു നിങ്ങൾ കഴിഞ്ഞിരുന്നത്. അപ്പൊ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവാണ്.
ഉന്മേഷവും വന്ന് നിങ്ങൾക്ക് അതിന്റെ എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സ് തന്നെ പറഞ്ഞു തരികയാണ്. ഓട്ടം കിട്ടിയിരിക്കുന്നത് ക്യൂൻ ഓഫ് കപ്പാണ്. അത്രയും സ്നേഹം തന്നെ ഇതിലും പറയുന്നത്, അത്രയും ബോണ്ടിങ് ആയ സ്നേഹമാണ്, ഹൃദയസ്പർശിയായ സ്നേഹമാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ ഇടയിൽ മറ്റാർക്കും കയറിയിട്ട് കളിക്കാൻ കഴിയില്ല. രണ്ടുപേരും ഡീപ്പായി സ്നേഹിച്ചു കഴിഞ്ഞാൽ ആർക്കും അതിന്റെ ഇടയിൽ കയറി കളിക്കാനും കഴിയില്ല. തമ്മില് അത്രയും നല്ലൊരു ബോണ്ടിങ്. ആ വ്യക്തി നിങ്ങളെ ഇതുപോലെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്, നിങ്ങളും ആ വ്യക്തിനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും ആ സ്നേഹത്തിന്റെ അവരുടെ ജീവിതത്തിൽ തന്നെ നിങ്ങളുടെ സ്ഥാനം എന്താണ് സ്റ്റക്ക് ആവുന്ന ഒരവസ്ഥ. ദൈവികമായിട്ടുള്ള ആ ഒരു സത്യസന്ധമായ പ്രണയം, അത്രയും അടിയുറച്ച ഒരു സ്നേഹമാണ്. ക്ലാരിഫിക്കേഷന് 2 കാർഡ്. ഒരുപാട് ജോലി ഭാരെല്ലാം ഉണ്ട്. അതെല്ലാം ആ വ്യക്തി ഇഷ്ടത്തോടെ ചെയ്തു തീർക്കാണ്. നിങ്ങൾക്ക് ഇതേപോലത്തെ നൈൻ ഓഫ് പെന്റിക്കൽ പോലത്തെ ലൈഫാണ് നിങ്ങൾക്ക് തരേണ്ടത് ആ വ്യക്തിക്ക്. മുന്നോട്ടേക്ക് നിങ്ങളെയും കൊണ്ട് ആ വ്യക്തി ഈ തേർഡ് പാർട്ടികളെ ഇതില് നിൽക്കാതെ നിങ്ങളെയും കൊണ്ട് എവിടെയോ നിങ്ങളെയും കൊണ്ട് പോവാണ്. കടല് കടന്ന് എങ്ങോട്ടോ പോവാണ് നിങ്ങളെയും കൊണ്ട് കേട്ടോ. വ്യക്തിക്ക് ഒരുപാട് ജോലി എല്ലായിടത്തും കൂടുതൽ ആ വ്യക്തി അബണ്ടൻസ് ഉണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത്. അത്രയും ആ വ്യക്തി എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓട്ടം കിട്ടിയിരിക്കുന്നത് വേൾഡ് ആണ്. ഈ ലോകം തേച്ചും ചുറ്റി കറങ്ങാനാണ് നിങ്ങളെ കൊണ്ട് പോകുന്നത് കേട്ടോ. അത്രയും ആ വ്യക്തിയുടെ എല്ലാവിധ കംപ്ലീഷനും നിങ്ങൾ തന്നെ. ഇനി ഒരു യെസ് ഓർ നോ, ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. യെസ് ആണ് കേട്ടോ. 8 of Wands യെസ് ആണ്. വിചാരിച്ച കാര്യം സഡൻ നടക്കുന്നതാണ്. 8 of Wands എന്ന് പറഞ്ഞാൽ സഡൻ ഇഷ്ടമുള്ള ഒരു മെസ്സേജ്, സഡൻ കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ. അപ്പൊ സഡൻ നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കുമെന്നാണ് കാണുന്നത്. സന്തോഷമായിരുന്നു കേട്ടോ. സഡൻ നടക്കുന്ന പറയുമ്പോൾ നമുക്ക് ഇന്ന് ഏത് ഗോഡിന്റെ ബ്ലെസ്സിങ് ആണ് നമുക്ക് നോക്കിയാൽ, ഏത് ഗോഡിന്റെ ബ്ലെസ്സിങ്? ഏത് ഗോഡിന്റെ ബ്ലെസ്സിങ്? സൂര്യദേവൻ. സൂര്യദേവൻ പറയുന്നത് നിങ്ങളുടെ സ്നേഹം കണ്ടിട്ട് സൂര്യദേവന് തന്നെ സന്തോഷമാണെന്ന് പറയുന്നത്. ഇങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്നാണ് സൂര്യദേവൻ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് കുറിച്ച് നല്ല കാര്യങ്ങളാണ് സൂര്യദേവൻ പറയുന്നത്. തമ്മിൽ അടിയും ഈഗോ ഒന്നും ഇല്ലാതെ കൊണ്ട് ജീവിക്കുമ്പം എല്ലാവർക്കും ഇഷ്ടമാവും. എന്താണ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് നോക്കിയാൽ, പറയാൻ ആഗ്രഹിക്കുന്നത് എന്താ? യു ആർ എവറിത്തിങ് ടു മീ. നീ എനിക്ക് എല്ലാമാണ്. ഐ കാൺ സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യു. എനിക്ക് നിന്നെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. ചിന്തിച്ചോളൂ, എപ്പോഴും ചിന്തിച്ചോളൂ. എന്താ ബുദ്ധിമുട്ട്?
സോ മെനി തിങ്സ് റിമൈൻഡ് മീ ഓഫ് യു. ഒരുപാട് കാര്യങ്ങൾ നിന്നെ ഓർമ്മിപ്പിക്കുന്നു. ഐ ആം അഫ്രേഡ് ടു കോണ്ടാക്ട് യു. എനിക്ക് നിന്നോട് സംസാരിക്കാൻ പേടിയാണ്. എന്താണ്? ഐ വാണ്ട് ടു ഫീൽ ദാറ്റ് അഗെയിൻ. എനിക്ക് നിന്നെ വീണ്ടും അനുഭവിക്കണം. ലവ് മേക്സ് ലൈഫ് ബ്യൂട്ടിഫുൾ. സ്നേഹം ജീവിതത്തെ മനോഹരമാക്കുന്നു. ലവ്. യു ആർ മൈ വേൾഡ്. എന്റെ ലോകം നീ മാത്രമാണ്. എന്റെ ലോകം വേറെ ആരുമല്ല. ഐ വണ്ടർ ഇഫ് യു ആർ ഹാപ്പി വിത്തൗട്ട് മീ. ഞാനില്ലാതെ നീ സന്തോഷവതിയാണോ? അത്ഭുതം തോന്നുന്നു. ഞാനില്ലാതെ സന്തോഷാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഐ ആം നോട്ട് അവൈലബിൾ. ഞാൻ അവൈലബിൾ ആയിരുന്നില്ല. ഐ നോ ഐ മിസ് എവരിതിങ്. എല്ലാം ഞാൻ നശിപ്പിച്ചെന്ന് എനിക്കറിയാം. ഐ ലവ് യു. ഇനി എടുക്കുന്നില്ല കാർഡ്. ഐ ലവ് യു എന്ന് പറയുന്നത്. നെക്സ്റ്റ് മന്ത് പൂരുട്ടാതി, ഡ്രൈവർ, ട്വിൻ ഫ്ലൈ, പൂരാടം, ടെമ്പിൾ, ഈ സ്റ്റുഡന്റ്, കോട്ടയം, ഡിസംബർ, മാർച്ച്, പൂയം, ചെന്നൈ, കണ്ണൂർ, ജെ, ഹാൻസം. നെക്സ്റ്റ് മന്ത് സൺഡേ, ശിവപാർവതി, മാനിഫെസ്റ്റ്, ഉത്രാടം, സോൾമേറ്റ്, ചതയം, ഗൾഫ്, റൗണ്ട് ഫേസ്, 555, ടുഡേ, reunion, 6 week, rainbow. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. താങ്ക് യു.